ഹലോ ഹായ് എവ്രി വൺ. അപ്പോൾ എന്താ പറയുക, 2 ദിവസത്തെ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് നല്ല സ്റ്റഡി ഫാൾ തന്നേക്കണെയാണ്. മീൻസ് നമുക്ക് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് എവിടെയാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് എവിടെയാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് എന്ന്. അപ്പോൾ 21 അത് പറഞ്ഞത് എവിടെയാണ്? 21,500 to 21,700 ലെവലാണ്. അപ്പോൾ 21,700 ഇന്നും പ്ലസിലാണ് ഓപ്പൺ ആയത്. ബട്ട് ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ക്യാൻഡിൽ ഇറ്റ്സെൽഫ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ നമുക്ക് ഡിമാൻഡ് സോണും ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്യാണ്ടായി. അതോടൊപ്പം അതിനുശേഷം അതിന്റെ ബാക്കിൽ ആക്ച്വലി പറഞ്ഞാൽ കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് നിഫ്റ്റി ഫാൾ ആയേക്കുന്നത്. മീൻസ് ബാങ്ക് നിഫ്റ്റി ആണ് ഫസ്റ്റ്, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ HDFC ബാങ്കും ആക്സിസ് ബാങ്കൊക്കെയാണ് ഫസ്റ്റ് ഇനീഷ്യൽ നമുക്ക് താഴേക്ക് കൊണ്ടുവന്നെങ്കിലും സെക്കൻഡ് മീൻസ് അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നിഫ്റ്റിയും കൂടി അതിലേക്ക് ജോയിൻ ചെയ്തത്. ഫസ്റ്റ് റെയിൽവേ സ്റ്റോക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫാൾ ആയിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഫാള് തുടരോ അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് നമുക്ക് ഇനി എവിടെയാണ്, ഇനി FIDA ഡാറ്റാസ് ഒക്കെ എങ്ങനെയാണ് ഈ ഫാൾസിനെ കണ്ടേക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവരും മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ദെൻ എപ്പോഴും നമ്മുടെ ലെവൽസ് എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് 21,500 പ്ലസ് നമ്മളെപ്പോഴും പറയാറുള്ളതും കൂടിയാണ് ഡിമാൻഡ് സോണിന്റെ ഒരു കാര്യം. ഡിമാൻഡ് സോൺ ഏതെങ്കിലും ഒരെണ്ണം നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ മാത്രം ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഫാൾസ് ബ്രേക്ക് ഔട്ടിന് ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ആ ഡിമാൻഡ് സോണിൽ ഒരു കൺസോൾട്ടേഷൻ വരാനും ചാൻസ് കൂടുതലാണ്. ഇനി അതല്ല, രണ്ടും ബ്രേക്ക് ആവണമെങ്കിൽ നമ്മളത് ടെലിഗ്രാം ചാനലിൽ അത് അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. രണ്ടും ബ്രേക്ക് ആയാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് ഫാൾസിന്റെ സ്ട്രെങ്ത് കൂടാനാണ് ചാൻസ്. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് സെറ്റപ്പ് ഒക്കെ ചെയ്താൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രേഡ് എടുക്കാം. ഈസി ആയിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ അതിൽ സെറ്റപ്പ് ചെയ്യാം. ആൻഡ് അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഇതിൽ ഓർക്കുക. ഫാൾസ് ബ്രേക്ക് ഔട്ട് വൺസ് ബോത്ത് രണ്ടും കൂടി മീൻസ് ഫാൾ ആണെങ്കിൽ നമുക്ക് എന്താക്കുക, കുറച്ചും കൂടി ആ മൂവ്മെന്റ് ഏതാണോ മേളിലേക്കാണെങ്കിൽ ആ മൂവ്മെന്റ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്, താഴേക്കാണെങ്കിൽ ആ മൂവ്മെന്റും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. എക്സാക്ട്ലി നമ്മൾ അതാണ് കണ്ടത്. നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ അതൊക്കെ ചെക്ക് ചെയ്യാം. ആൻഡ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ ലെവൽസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഡിമാൻഡ് സോൺ, ആ ഡിമാൻഡ് സോണിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഇന്നും നമ്മൾ ശരിക്കും പറയായിരുന്നു. മീൻസ് നമുക്ക് 21,500 ലെവലിലെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. നമുക്കിന്ന് 21,600 സംതിങ്ങിലായിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നോക്കാം 600 എനിക്ക് തോന്നുന്നു ഡിമാൻഡ് സോൺ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റി അതെങ്ങനെ ഹോൾഡ് ചെയ്തു, അത് കഴിഞ്ഞ് അത് ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടിന്യൂസ് ഫാൾ വന്നത്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നിങ്ങൾ ശരിക്കും അറിയാം. അപ്പോൾ ഡിമാൻഡ് സോൺ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിമാൻഡ് സോൺസ് കിട്ടും. സോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അവിടെ ഇങ്ങനത്തെ ട്രേഡിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയയും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് നാളത്തേക്ക് നെക്സ്റ്റ് ലെവൽസിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നെല്ലാവരും ന്യൂസ് അന്വേഷിച്ചായിരിക്കും മാക്സിമം പോവാറ്. ബട്ട് ന്യൂസും ഉണ്ടാവും, ഓൾറെഡി ന്യൂസ് ഉണ്ടാവും. ബട്ട് അതിനേക്കാൾ ഉപരി നമുക്ക് ലെവൽസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ് നമുക്ക് മാക്സിമം സപ്പോർട്ട്, എവിടെയാണ് അതോടൊപ്പം മാക്സിമം റെസിസ്റ്റൻസ് എവിടെയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ബേസ് ആണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ന്യൂസ് വന്നാൽ തന്നെ നമുക്ക് അത് ഫാൾ ആണെങ്കിൽ എവിടെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ലെവൽസ് അറിഞ്ഞാൽ നമുക്ക് ന്യൂസ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി ന്യൂസ് വന്നാലും എന്തൊക്കെ ഇമ്പാക്റ്റ് ഉള്ള ന്യൂസ് ആണെന്ന് നമ്മൾ മാക്സിമം അറിയാൻ പോണത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. സോ അപ്പോൾ ന്യൂസിന്റെ പുറകെ ന്യൂസ് ഉണ്ടാവും. ന്യൂസ് അറിഞ്ഞാൽ ഒക്കെ നല്ലത് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അറിയും. എനിവേ നമുക്ക് ഇനീഷ്യലി നമ്മൾ ന്യൂസിൽ കുറച്ച് അത്ര അവെയർ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലെവൽസ് ആണ്. അപ്പം എല്ലാവരും കൃത്യമായി ലെവൽസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽസ് ഒന്ന് നോക്കാം. ഇന്ന് സംഭവിച്ചത് നിഫ്റ്റി എക്സാക്ട്ലി നമ്മൾ പറയാറുള്ളത് പോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് 21,700 ആണ്. ആ 21,700 ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി. ഫസ്റ്റ് കുറച്ച് ക്യാൻഡിൽ ഹോൾഡ് ചെയ്യാൻ നോക്കി. ആ സമയത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫാൾ വന്നത്. പിന്നെ നേരെ ഡിമാൻഡ് സോണിലേക്ക് വന്നു. ഡിമാൻഡ് സോൺ ഫാൾ ആയി പിന്നെ റീടെസ്റ്റ് നടക്കുന്നതായി കാണാം. പിന്നെയും അവിടെ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഒന്ന് ഡിമാൻഡ് സോണിൽ നിന്നും ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി. ബിക്കോസ് 21,500 എന്നുള്ള
ഷോർട്ട് സ്ട്രാഡിൽ അവിടെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് സ്ട്രാഡിലും അവിടെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു പുട്ട് ബിൽഡിംഗ് അവിടെ ഉണ്ടായി. അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാൻ നോക്കി, ഇപ്പം ഈ ആ ലെവലും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകണേണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ബിക്കോസ് ഇവിടെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീബൗണ്ട് ഒന്നും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെയും ആ ലെവലും കൂടി ബ്രേക്ക് ആവണേണ്. അപ്പോൾ വൺസ് ഡിമാൻഡ് സോണും ബ്രേക്ക് ആയത് ഇതും ബ്രേക്ക് ചെയ്താൽ അൾട്ടിമേറ്റ്ലി നിഫ്റ്റി എന്തായി ബിയറിഷ് ആയി. പിന്നെ അവിടെ നിന്ന് ബിയറിഷ് ആയി ചെറിയൊരു റീടെസ്റ്റ് വന്നു, പിന്നെ കണ്ടിന്യൂസ്ലി ഫോളോ തന്നെയായിരുന്നു. ലാസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനിലാണ് നിഫ്റ്റി എൻഡ് ആയേക്കുന്നത്. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് എന്ന് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ ഇനീഷ്യലി പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് 48,000 എന്ന് പറയുന്നത് 46,600 നല്ല ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആണെന്ന് നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ലെവലാണെന്ന് നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ ആ ലെവലിൽ വന്നാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പോലും നോക്കിയിട്ടില്ല. അവിടെ നിന്ന് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി ത്രൂ ഔട്ട് ഫാളിംഗ് ആയിരുന്നു. ഫാള് വന്നു, ഡിമാൻഡ് സോണിലേക്ക് ചെറിയ ഒരു ക്യാൻഡിൽ കാണാം. ഡിമാൻഡ് സോണിൽ താഴേക്ക് വന്ന ഡിമാൻഡ് സോണിൽ ഒരു റീടെസ്റ്റ് പോലെ തന്നിട്ട് പിന്നെയും അവിടെ നിന്ന് താഴേക്ക് പോയി. ഈ കുറച്ച് ലെവൽസിൽ മാത്രമാണ് നിഫ്റ്റിയും ഡിമാൻഡ് സോൺ വന്നിട്ട് ഹോൾഡ് ചെയ്യാൻ നോക്കിയത്. അതല്ല എങ്കിൽ അതിനുശേഷം പിന്നെ ബാങ്ക് നിഫ്റ്റിയും ഹോൾഡ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി പിന്നെ ലാസ്റ്റ് കുറച്ചൊരു കൺസോൾട്ടേഷനിലാണ് എൻഡ് ആയത്. എനിവേ 45,000 എന്നുള്ള ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് എൻഡ് ആയിരിക്കുന്നത്. നിഫ്റ്റി ആണെങ്കിൽ 21,200+ ആണ്. സോ എനിവേ രണ്ടും നിഫ്റ്റി 1.5% പ്ലസും ബാങ്ക് നിഫ്റ്റി രണ്ടും -1.54 ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ -2.26% നല്ല രീതിയിൽ. അതോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി ഏകദേശം 1.2%, ഓൾമോസ്റ്റ് 2% അടുത്ത് ഫിൻ നിഫ്റ്റിയും വീണിട്ടുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഫോളാണ് നമുക്ക് ഓവറോൾ ഇന്ന് കഴിയുന്നത്. മാക്സിമം എല്ലാ നിഫ്റ്റിയുടെ വെയിറ്റേജ് ആയിട്ടുള്ള നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഒക്കെ ഹെവി വെയിറ്റേജ് PFC ഫിനാൻസ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ 5% ഫോളോ ആയിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിയൻ 3 ആണ്. അത് നിഫ്റ്റിനെ താഴ്ത്തുന്നുണ്ട്. HDFC ബാങ്ക് 3% പ്ലസ് ആണ്. അത് ബാങ്ക് നിഫ്റ്റി പ്ലസ് നിഫ്റ്റി ആൻഡ് ആക്സിസ് ബാങ്ക് എല്ലാം നിങ്ങൾക്ക് കാണാം. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ITC ആകെ ഇത്തിരി സപ്പോർട്ടായിട്ട് നിന്നേക്കണത് ഒന്ന് ICICI ബാങ്ക് ആണ്. ഒരു 2% പ്ലസ് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ട്. ഒരു 45K അത് ഹോൾഡ് ചെയ്യാൻ അത് സഹായിച്ചിട്ടുണ്ട്. ദെൻ ബജാജ് ഫിൻസർവ് ഫിൻ നിഫ്റ്റിയിൽ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഇത് മാത്രമാണ് നമുക്കിന്ന് പോസിറ്റീവ് എൻഡിങ് ആയിട്ട് തന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ പോകുന്നില്ല. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം, നിങ്ങൾക്ക് അത് അനാലിസിസ് ചെയ്ത് തരാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് നമുക്ക് നിഫ്റ്റി വെയിറ്റേജിലും കാണുമ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്. ഓൾ ആർ ഇൻ റെഡ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് ഇൻട്രാഡേ OI അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് ലാർജ് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,500 ആണ്. ദെൻ 21,200-ലും 21,300-ലും സ്ലൈറ്റ്ലി നമുക്ക് എന്താക്കുന്നുണ്ട്, ഒരു സ്ട്രാഡിൽ പോലെ നമുക്ക് രണ്ടു വലത്തും ഫീൽ ആക്കുന്നുണ്ട്. ബട്ട് നമ്മൾ അത് കറന്റ്ലി ഇപ്പോൾ ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നാളത്തെ നമുക്ക് ഓപ്പണിംഗ് നോക്കിയിട്ട് ശേഷം നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് നമുക്ക് 21,000-ൽ വെക്കാം. റെസിസ്റ്റൻസ് ആണെങ്കിൽ 21,500 വെക്കാം. ആ ഒരു റേഞ്ചാണ് നമുക്ക് തൽക്കാലം ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് 0.9 എന്ന് പറയുന്നത് PCR, ബിക്കോസ് 1-ന്ന് അതായത് നമുക്ക് അത്യാവശ്യം ഒരു ബുള്ളിഷ് PCR-ന്ന് നെക്സ്റ്റ് വീക്ക് കൂടി ഉണ്ട്. 0.8 ആണ് നമുക്ക് ബിയറിഷ്. നെക്സ്റ്റ് വീക്ക് കൂടി വരുമ്പോഴാണ് 0.9 വന്ന്. കറന്റ് വീക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 0.8 ആണ്. സോ അതും നമുക്ക് ബിയറിഷിനായിട്ടാണ് ഇൻഡിക്കേഷൻ തരുന്നത്. സപ്പോർട്ടിനേക്കാളും കൂടുതൽ കോൾസ് ആണ് ബിൽഡ് ചെയ്തത്. അതാണ് നമുക്ക് PCR 0.8-ലേക്ക് വന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് സപ്പോർട്ടും ആൻഡ് റെസിസ്റ്റൻസും വെക്കാം. ദെൻ 21,600 ലെവൽസ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, ബിക്കോസ് 21,600 ലെവൽസിൽ കറന്റ്ലി നമുക്ക് ഇനി
ഒന്നുമില്ല. 21,500 നമുക്ക് ലാർജ് ഒരു കോള് ബിൽഡ് ചെയ്തേക്കുന്നത് 21,500 ആണ്. 21,400, 21,200 ആൻഡ് 300 നമുക്ക് സ്ട്രാഡിലുള്ളത്. ബട്ട് നമ്മൾ സ്ട്രാഡിലിനെ നമുക്ക് ഒരു കറക്റ്റ് ഫോർമേഷൻ സ്ട്രാഡിലൊന്നും ആയിട്ടില്ല. ചെറിയ എമൗണ്ട് ഓഫ് അത് ആ കൺസോൾട്ടേഷൻ വന്നല്ലോ ലാസ്റ്റ്. അപ്പൊ അതിന്റെ ബേസിലാണ് നമുക്ക് അവിടെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഒരു കോൾ ആൻഡ് പുട്ട് രണ്ട് സൈഡിലും ബിൽഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇനി നാളത്തെ നമുക്ക് മീൻസ് വേൾഡ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ അതിന് ചേഞ്ചസ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അതിൽ വെക്കുന്നില്ല. ഒരു ലാർജ് എമൗണ്ട് ഇതിൽ ഒരു ലാർജ് ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 21,500 എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഉണ്ട്. 21,000 നമുക്കൊരു സപ്പോർട്ടും ഉണ്ട്. ബട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസേക്കാളും കുറവാണ്. ആൻഡ് PCR നമുക്ക് 0.8 ആണ്. ബിക്കോസ് അവിടെയും നമുക്ക് ഒരു നെഗറ്റീവ് സെന്റിമെന്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മീൻസ് ഒരു ബിയറിഷ് ബയാസ് ആണ് കണ്ടിന്യൂഷൻ മീൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ നിഫ്റ്റിയിൽ. ഇനി നമുക്ക് ഇനി ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ ബാങ്ക് നിഫ്റ്റി അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല. ഓക്കെ ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് കറന്റ്ലി 45,000 ഒരു നല്ല രീതിയിലുള്ള സ്റ്റാഡിൽ ഫോർമേഷൻ ഉണ്ട്. ദെൻ 45,500 നമുക്ക് പുട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് കാണാം. പുട്ട് ബട്ട് ലാർജ് അവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആണ്. ബട്ട് അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയാൻ കഴിയുന്നില്ല. ബിക്കോസ് അവിടെ പുട്ടുണ്ട്. പുട്ടിനേക്കാളും ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കോള് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ദെൻ നമുക്ക് നല്ല റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് 46K ആണ്. അപ്പോൾ ലാർജ് റെസിസ്റ്റൻസ് 46K. ദെൻ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഒരു ലൈറ്റ് റെഡ് ആയിട്ട് നമുക്ക് അവിടെ ഒരു പുട്ടും ബിൽഡ് ചെയ്തേക്കണം കൊണ്ട് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒന്ന് മൂവ് അപ്പ് ചെയ്താൽ, ബിക്കോസ് ബാങ്ക് നിഫ്റ്റി ഇൻട്രാഡേ ലെവൽസിലും 0.5 ആണ് PCR കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഒരു നല്ല രീതി ഒന്ന് മൂവ് അപ്പ് ചെയ്താൽ വേണമെങ്കിൽ 45,500 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ചാൻസ് ഉണ്ട്. കറന്റ്ലി PCR ഹിസ്റ്റോറിക്കൽ ലെവലിൽ 0.82 ആണ്. ബിക്കോസ് ബിയറിഷ് സൈഡിൽ തന്നെയാണ് ഓവർ സോൾഡ്. ഇൻട്രാഡേ ലെവലിൽ മാത്രമാണ് ഓവർ സോൾഡ് ആയേക്കണതെന്ന് ശ്രദ്ധിക്കുക. സപ്പോർട്ട് 44,500 ദെൻ 44,500 റേഞ്ച് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ കറന്റ്ലി 45,000 നമുക്ക് സ്ട്രാഡിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ 45,000. ഇത് നമുക്ക് സ്ട്രാഡിലാണ്. ഇവിടെ നമുക്ക് വരുന്നത് ഒരു ഷോർട്ട് സ്ട്രാഡിലാണ്. അവിടെ നല്ല രീതിയിൽ കോൾ ആൻഡ് പുട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് ഇമീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 44,000 ആണ്. 44,500 നമുക്കൊരു ഫസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. ബട്ട് അവിടെ സപ്പോർട്ടിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ലൈറ്റ് മീൻസ് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവിടെ ആയിട്ടില്ല. നമുക്കൊരു ലൈറ്റ് സപ്പോർട്ടായിട്ടാണ് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ദെൻ 44,000 ഒരു സപ്പോർട്ട് ഉണ്ട്. അത് കുറച്ചും കൂടി ബെറ്റർ ആണ്. 44,500 കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് 44,500 കൂടുതൽ നമുക്ക് ബെറ്റർ സപ്പോർട്ട് വരുന്നത് 44,000 സ്റ്റാഡിലായിട്ട് 45K ആണ്. റെസിസ്റ്റൻസ് ഇനീഷ്യൽ റെസിസ്റ്റൻസ് 45,500 ആണ്. ഓൾമോസ്റ്റ് 500 പോയിന്റ്സ് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ലെവൽസ് ഒക്കെ തന്നെ ഉള്ളൂ. 45,500 ഓക്കെ. 45,500 നമുക്ക് ചെറിയ രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള അത് കൊടുക്കാം. ദെൻ നമുക്ക് നല്ല റെസിസ്റ്റൻസ് പറയുന്നത് 46K ആണ്. 46Kയിൽ നമുക്ക് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. സോ അപ്പോൾ ഓവറോൾ പിക്ചർ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് സപ്പോർട്ടിനേക്കാളും കൂടുതൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് മേളിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബിയറിഷ് മീൻസ് മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, നമുക്ക് 0.8 എന്നുള്ള PCR ബിയറിഷ് സെന്റിമെന്റും കൂടി ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിക്കും സെയിം ആയിട്ട് തന്നെ അതുണ്ട്. അപ്പോൾ സ്ട്രാഡിൽ ഫോർമേഷൻ നോക്കുക. അവിടെ നിന്നുള്ള മൂവ്മെന്റ് ആണ് നെക്സ്റ്റ് ലെവൽ നമുക്ക് തീരുമാനിക്കുന്നത്. എനിവേ വിക്സ് ഒരു 7% അപ്പായിട്ടുണ്ട്. അതും കുറച്ചൊരു കൺസേൺ ആണ്. നമുക്ക് ഇനി ലെവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാകും എന്ന് നോക്കേണ്ടത് വിക്സിന്റെയും കൂടി ഒരു ഇത് പോലെ ഇരിക്കും. മീൻസ് വിക്സ് ഇനിയും കൂടുകയാണെങ്കിൽ നമുക്ക് താഴേക്കുള്ള ഡ്രാസ്റ്റിക് ഫോൾ കണ്ടിന്യൂ ആവോ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. വിക്സ് നാളെ കുറയാണെങ്കിൽ മീൻസ് നമ്മൾക്ക് കുറച്ചൊരു ഹോപ്പ് മീൻസ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നമുക്ക് രണ്ടും ഇൻഡൈസസ് ഒക്കെ ഒരു സപ്പോർട്ട് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ദെൻ നമുക്കിനി FIDA ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്യാം. ബിക്കോസ് നമുക്ക് സാറ്റർഡേ FIDA ഡാറ്റ കുറച്ചൊന്ന് പോസിറ്റീവ് ആയിരുന്നു. ദെൻ
ഇനി മീൻസ് ഇന്ന് വരുമ്പോൾ എന്താ പറയുക, നമുക്ക് ഇനി നെക്സ്റ്റ് ഡേയിലേക്കൊക്കെ വരുമ്പോൾ മീൻസ് ഫ്രൈഡേയിലും കാര്യങ്ങൾ അതിന് മുമ്പത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കുറച്ച് ബെയറിഷ്, നമ്മൾക്ക് സാറ്റർഡേ കുറച്ചൊരു പോസിറ്റീവ് ബയാസ് ആണ് തന്നത്. ബട്ട് ഇന്ന് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് അപ്പൊ 20th അമ്മ പറഞ്ഞത് മീഡിയം ബിയറിഷ് ആൻഡ് ഇൻഡെക്സിലൊക്കെ മൈൽഡ് ബുള്ളിഷ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു കൺസോൾട്ടേഷൻ ആണ് നമ്മളും പ്രതീക്ഷിച്ചുള്ളൂ. എപ്പോഴും പറയുന്ന പോയിന്റ് ഉണ്ട്, നമുക്ക് കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് സോൺ ഉണ്ട്, സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് അല്ലെങ്കിൽ മേളിലേക്കാണെങ്കിൽ ബുള്ളിഷ് ആവാനും ചാൻസ് ഉണ്ട്. സോൺ നോക്കുക, ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രോയിൽ രണ്ടും സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് മീഡിയം ബുള്ളിഷ് ആയിരുന്നു ഫ്രൈഡേ അനാലിസിസിൽ നമ്മൾ പറഞ്ഞത്. ബട്ട് ഇനി നമ്മൾ മൺഡേയിലേക്ക് വരാൻ നേരത്ത് FIS ബുള്ളിഷ് കണ്ടിന്യൂഷൻ തന്നെയാണ് കാണുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സ്റ്റിൽ ദേ ആർ മീഡിയം ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ മൈൽഡ് ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് പ്രോ ആണ് ഇൻഡെക്സ് ഫ്യൂച്ചർ സ്ട്രോങ് ബിയറിഷും ഓപ്പോസിറ്റ് സൈഡാണ് മീഡിയം ബിയറിഷും. പ്രോ നല്ല രീതി ബിയറിഷ് സെന്റിമെന്റ് കാണിക്കുന്നുണ്ട് ആൻഡ് FIS ആണെങ്കിൽ നമുക്ക് നല്ല രീതി കുറച്ചും ഒരു പോസിറ്റീവ് ബയാസും FIS കാണിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും FIS നമുക്ക് ഒരു പോസിറ്റീവ് ആൻഡ് DIS നെഗറ്റീവ് ആണ് കാണിക്കുന്നത്. ക്ലയന്റ് നല്ല രീതിയിലുള്ള മീഡിയം ബുള്ളിഷ് കാണിക്കുന്നുണ്ട്. സോ അപ്പൊ അത് ബിക്കോസ് ഫ്രൈഡേ വെച്ച് നോക്കിയാൽ ക്ലൈഡ് നല്ല രീതിയിൽ ബിയറിഷ് ആയിരുന്നു, മീഡിയം ബിയറിഷ് ആയിരുന്നു. മീൻസ് ക്ലയന്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആവാനുള്ള ചാൻസസ് അധികമുണ്ട്. ബിക്കോസ് മിക്കവരും PE ഹോൾഡേഴ്സ് ആവാൻ ചാൻസസ് കൂടുതലുണ്ട്. സോ അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ അതിൽ വന്നിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിന്റെ ഓപ്ഷൻ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് വെച്ച് നോക്കിയാൽ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസിൽ ബൈ ആൻഡ് സെൽ ഓപ്ഷൻസിൽ കാണാൻ കഴിയുന്നത് FIS കോൾ ചേഞ്ചിൽ 60,000 ബുള്ളിഷ് ആയിട്ടുണ്ട് ആൻഡ് പുട്ട് ചേഞ്ച് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിലുള്ള ബുള്ളിഷ് ബയാസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം 45K നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ബിൽഡിങ് വരുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും പറയാറുള്ളത് നമുക്ക് ഈ ലെവൽ നമ്മൾ കുറഞ്ഞു വരെയായിരുന്നു. അവിടെ നമുക്ക് ബുള്ളിഷ് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞത്. ബട്ട് ഇന്ന് നമുക്ക് നല്ലൊരു ഫാൾ ആയിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നമുക്ക് പോസിറ്റീവ് ആണ്. സോ അതൊരു നല്ല സൈൻ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിക്കോസ് അത് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ OI ഇൻഡെക്സിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആണ് കാണുന്നത്. ബട്ട് അവിടെ നമുക്കൊരു പോസിറ്റീവ് സൈൻ ആയിട്ട് കുറച്ചൊരു FIന്റെ ഒരു 8520 വന്നിട്ടുണ്ട്. 1.92 ലാക്ക് ആയിരുന്നു പുട്ട് വന്നത്. കുറച്ചൊരു ബുള്ളിഷ്നെസ് അവിടെയും കാണിക്കുന്നുണ്ട്. മേ ബി മാക്സിമം നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ OI ഫ്യൂച്ചേഴ്സിന്റെ സാറ്റർഡേ നമ്മൾ OI ഫ്യൂച്ചേഴ്സിന്റെ ലൈൻ ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബിയറിഷിലേക്ക് വന്നു. ഇന്ന് ആ ബിയറിഷ്നെസ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഡേ വന്നത് 22,000 ആയിരുന്നു, ഇപ്പൊ നമുക്ക് 89. ഇപ്പോൾ ഓവറോൾ FIDA ഡാറ്റ നമുക്ക് കുറച്ചൊരു പോസിറ്റീവ് സൈൻ തന്നിട്ടുണ്ട്. മാക്സിമം ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാനുള്ള ചാൻസസ് നമുക്ക് അവിടെ തരുന്നുണ്ട്. അപ്പോൾ സെല്ലിങ്ങിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ചാൽ അറ്റ് ദ മൂമെന്റ് നമുക്ക് FIDA ഡാറ്റ വെച്ചിട്ട് ഇത് ഇത്രയും ഫോളോ ആയിട്ട് പോലും നമുക്ക് നല്ല രീതിയിലുള്ള പേര് സെന്റിമെന്റ്സിലേക്കൊന്നും FIS മൂവ് ചെയ്തിട്ടില്ല എന്ന് വെക്കാം. അതോടൊപ്പം തന്നെ ക്യാഷ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ FISന്റെ ഒരു 3,115 crore സെല്ലിങ് മാത്രമേ ഉള്ളൂ. മീൻസ് അത്തിരി ഹ്യൂജ് തന്നെയാണ്. ബട്ട് നമ്മൾ ലാസ്റ്റ് ഡേയ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ 10,000 9,000 ആൻഡ് അഗൈൻ 3,000 ഒക്കെ വന്നു. അവിടെ നിന്ന് പിന്നെയും ഒന്ന് കുറഞ്ഞു. സാറ്റർഡേ ആയതുകൊണ്ടാവാം. ബട്ട് അങ്ങനെ വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് FISന്റെ സെല്ലിംഗ് കുറഞ്ഞു വന്നതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് നോക്കിയാൽ നമ്മൾ എന്താക്കുന്നത്, നമ്മൾ കുറച്ചൊന്ന് പോസിറ്റീവ് ബയാസിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് FISന്റെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാൻ കഴിയാം. ദെൻ ഇനി നമുക്ക് ഒരു 4 hour ടൈം ഫ്രെയിമിംഗിൽ ഒന്ന് നോക്കാം. നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ബിയറിഷ് ക്യാൻഡിൽസ് ആണ് നമുക്ക് ക്ലോസിങ് തന്നേക്കുന്നത്. ആൻഡ് ക്യാൻഡിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു വൺസ് ചാനലിന്റെ മേളിൽ പോയി ശരിക്കും ഇവിടെ നമുക്ക് റീടെസ്റ്റ് വന്നു. നമ്മൾ ലാസ്റ്റ് ലെവൽ പറഞ്ഞു ഇവിടുന്ന് 500 ബ്രേക്ക് ആവണമെങ്കിൽ താഴേക്ക് തന്നെ ആവണം ചാൻസ് എന്ന്. നമുക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ സ്റ്റിൽ ഫോം ഒന്നും ആയിട്ടില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എവിടെയാണ് നല്ല ക്യാൻഡിൽ ഫോർമേഷൻ വരുന്നത്, FIS പോസിറ്റീവ് ആണ്. ദെൻ ഇവിടെ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ എപ്പോഴും നോക്കുക. മേ ബി ഇനി ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് 21,000 അപ്പോൾ 21,000 ഒരു സപ്പോർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ
റിവേഴ്സ് ആവാനും നോക്കാം. അതല്ല നാളെ നിഫ്റ്റിയൊക്കെ പോസിറ്റീവ് ഓപ്പണിംഗ് ആവും, ബിക്കോസ് US മാർക്കറ്റൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് കാണിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഫോർ അവേഴ്സിൽ കുറച്ചൊരു നെഗറ്റീവ് ആണ്. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയാം. ആ ഗ്യാപ്പ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഗ്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹോൾഡ് നമ്മൾ പറയാറുള്ള പോലെ 45K ആണ് ബാങ്ക് നിഫ്റ്റിയുടെ അവിടെ നമുക്ക് സ്ട്രാഡിലുണ്ട്. അപ്പൊ ആ സ്ട്രാഡിൽ ഫോർമേഷൻ പോകാണ്ട് തന്നെ അവിടെ ഹോൾഡ് എടുത്തിട്ട് മീൻസ് ആ സപ്പോർട്ട് ഹോൾഡ് ചെയ്യും. ബിക്കോസ് ഈ ലെവലൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് റിവേഴ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം വിക്സും കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞു വന്നാൽ നമുക്ക് സ്ലോലി നമ്മളൊരു ചെറിയൊരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ കുറച്ച് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ബിക്കോസ് ബാങ്ക് നിഫ്റ്റി ആ ഒരു നല്ല രീതിയിലുള്ള മൊമെന്റിലേക്ക് തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. ഇപ്പോഴും കംപ്ലീറ്റ്ലി ഔട്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ബിക്കോസ് ഈ ഒരു ലെവലിലൊക്കെ എപ്പോഴും ബാങ്ക് നിഫ്റ്റി വന്നിട്ട് തിരിച്ചു പോയ ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും വന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിൽ വന്നിട്ട് നമുക്ക് ഒരു റീബൗൺസ് ക്വിക്കായിട്ടുള്ള അല്ലെങ്കിലും ഇത് ഹോൾഡ് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഒരു റീബൗൺസിനുള്ള ചാൻസസ് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്, ബിക്കോസ് ഈ ഒരു ഗ്യാപ്പും കൂടി ഫിൽ ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. സോ മേ ബി അതൊക്കെ പോസിബിൾ ആണ്. ദെൻ ഇനി നമുക്ക് ഈ ലെവൽ വിട്ടാൽ ഏകദേശം നമുക്ക് ഇൻട്രാഡേ സോണും കൂടി ബ്രേക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ബെയറിഷ്നെസ് നാളെയും തുടരാം എന്ന് നമുക്ക് കാണാം. അതല്ല എങ്കിൽ ബാങ്ക് നിഫ്റ്റി 45K ഒക്കെ ഹോൾഡ് ചെയ്യാനാണ് മാക്സിമം ചാൻസ് ആയിട്ട് വരാം. സോ അപ്പൊ എല്ലാവരും അതൊക്കെ നോക്കുക, ലെവൽസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, ആൻഡ് അത് അനുസരിച്ച് മാത്രം ട്രേഡിലും കയറുക. പ്രത്യേകിച്ച് പി ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ പ്രോഫിറ്റ് ആണെങ്കിൽ മാക്സിമം ബുക്ക് ചെയ്യുക, ബിക്കോസ് ഇത്രയും നല്ല രീതിയിലുള്ള ഫോളോ വന്നിട്ടും ബാങ്ക് നിഫ്റ്റി FIS ഒക്കെ ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് കണ്ടേക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കും നല്ല പോസിറ്റീവ് സൈൻ ആയിട്ട് കാണാം. ആൻഡ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നോക്കുക. ക്യാപിറ്റൽ സേഫ് ആയിട്ടുള്ള ട്രേഡിലും മാത്രം കയറുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.